ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തീരുമാനമായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവ് ഭാഗ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ 10-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. നമുക്കറിയാവുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ അധ്യായമായി 10-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. വാതിലൂടെ കടക്കുന്നവനും ആടുകളുടെ ഇടയനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആടിനെയും ഇടയനെയും കുറിച്ച് വളരെ വ്യക്തമായി ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമായി 10-ാം അധ്യായമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ പറയുന്നു, ഒരു നാൾ നശിച്ചു പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവർ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, കർത്താവിൻ്റെ ഹല്ലേലൂയ, ഒരു നാളും നശിച്ചു പോകത്തില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, ഒരു നാളും ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എൻ്റെ അടുക്കൽ വരുന്നവർക്ക് ആരാ? ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 10-26 വായിക്കുമ്പോൾ കാണുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾക്ക്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട്, കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട്, കർത്താവിൻ്റെ പുറകെ അനുഗമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരോട് ഉള്ള വാറ്റത്തെ വചനമായത്, നിങ്ങൾ ഒരു നാളും നശിച്ചു പോകത്തില്ല, നിങ്ങളെ ഒരു നാൾ ഞാൻ കൈവിടത്തില്ലെന്ന് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ കാണുമ്പോൾ നമുക്ക് സമരിയ പട്ടണത്തിൽ ചെന്നിട്ട് സമരിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്നു, ഒരു നാളും ദാഹിക്കത്തില്ലെന്ന്, എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരു നാളും ദാഹിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പറയുക, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ആടുകൾ അവരൊരു നാളും നശിച്ചു പോകത്തില്ല. എൻ്റെ ശബ്ദം കേട്ട് എന്നെ അറിയുന്ന ആടുകൾ. ഇവിടെ തന്നെ 10-5 പറയുന്നു, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ എന്നെ അറിയുന്ന, ദൈവത്തിന് സ്തോത്രം, എന്നെ അനുഗമിക്കുന്ന, എന്നെ അറിയുന്ന ഹല്ലേലൂയ ആടുകൾ ഒരു നാളും നശിച്ചു പോകത്തില്ല. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, എന്നെ അനുഗമിക്കുന്ന ആടുകൾ ഞാൻ അവയെ അറിയുന്നെന്ന. ദൈവത്തിന് സ്തോത്രം. 27 പറയുന്നു, ഞാൻ അവയെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. രാവിലെ മറന്നു പോകല് കേട്ടോ. ഒരു നാളും നമ്മളെ കൈവിടാത്ത, ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കാത്ത ആ നല്ല കർത്താവിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ എൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം, കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് കടന്നു വരണം, അവൻ്റെ ശബ്ദം കേൾക്കണം, അവൻ്റെ ശബ്ദം അറിയണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ അനുഗമിക്കണം. ഞാൻ അവയെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നുവെന്ന ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാ. ദൈവത്തിന് സ്തോത്രം. നമ്മെ നന്നായി അറിയുന്നവൻ, നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയുന്നവൻ, നമ്മുടെ വേദനകൾ നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മളെ ഒരു നാൾ കൈവിടത്തില്ല, ഒരു നാൾ നമ്മൾ നശിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 3-ാം വാക്യം വായിക്കുമെങ്കിൽ കാണുന്നു, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. നമ്മളെ ഹല്ലേലൂയ, കർത്താവിൻ്റെ ആടുകൾ, കർത്താവിനെ അനുഗമിക്കുന്നവരെ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവരെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു, പേർ ചൊല്ലി വിളിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മെ പേർ ചൊല്ലി വിളിച്ച് കർത്താവ് ഹല്ലേലൂയ വേർതിരിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മളെ പേർ ചൊല്ലി വിളിച്ച് ഹല്ലേലൂയ നമ്മെ വേർതിരിച്ച് ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ആക്കിയിരിക്കുന്ന കർത്താവിൻ്റെ ദൈവത്തെ നമ്മൾ കർത്താവിൻ്റെ പ്രിയരാ പ്രിയമുള്ളവരെ മറന്നു പോകരുത്. എന്നിട്ട് പറയുക, തനിക്കുള്ളവയൊക്കെ പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി, നമുക്ക് മുൻപായി നടക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ പരിപാലിക്കുന്നവൻ, നമുക്ക് മുൻപായി നടക്കുന്നവൻ. എല്ലാവരെയും തനിക്കുള്ളവരെ പുറത്ത് കൊണ്ടുവരുന്നത്, തനിക്കുള്ളവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് അവയ്ക്ക് മുമ്പായി
മുൻപായി നടക്കുന്ന ഒരു നല്ല കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്ന മറന്നു പോകരുത്. ആ നല്ല കർത്താവിൻ്റെ പാതപീഠയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് മുൻപായി നടക്കുന്നവൻ. ഹാലിയ പ്രശ്നങ്ങൾ വന്നാൽ, പ്രതികൂലങ്ങൾ വന്നാൽ ഹാലിയ നമ്മൾ പരാജയപ്പെടത്തില്ല. നമുക്ക് മുൻപായി ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. ഹാലലുയ. നമ്മുടെ മുൻപിൽ, നമ്മുടെ പുറകിൽ നമ്മുടെ കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. ഹാലലുയ. നമ്മൾ തകർന്ന് ദുഷ്ടൻ നമ്മളെ തകർത്ത് കളയുവാൻ നോക്കുന്ന ഇടത്ത് നമ്മളെ കരങ്ങളിൽ പാകിച്ച് നമ്മളെ ഭദ്രമായി എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരുവനെയാ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത്. മറക്കല്ലേ. ഇവിടെ പറയുന്നു ഹാലലുയ, തനിക്കുള്ളവയൊക്കെ പുറത്തു കൊണ്ടുപോയ ശേഷം അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ഹാലലുയ ആടുകളാണ്. നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം അറിഞ്ഞ് കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ മുൻപിൽ ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. മറക്കല്ല്. ഹാലലുയ. പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും രോഗത്തിൻ്റെയും മധ്യേ ഹാലലുയ രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവനെ ഒന്ന് അനുഗമിക്കുവാൻ തയ്യാറായാൽ, നമ്മെ ഭദ്രമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നവൻ, നമ്മളെ കരുതുന്നവൻ, നമ്മളെ അറിയുന്നവൻ, നമ്മുടെ അവസ്ഥകൾ അറിയുന്നവൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മളെ പരാജയപ്പെടത്തില്ല. എന്നിട്ട് അതിൻ്റെ താഴെയൊക്കെ വായിക്കുക. യേശു പറയുക, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ, നമുക്ക് ജീവനെ തന്ന് നമുക്ക് വേണ്ടി ഹാലലുയ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന നല്ല ഇടയൻ എന്താ? ജീവനെ തനിക്ക് കൊടുക്കുന്ന. നമുക്കറിയാം ദാവീദ് ഹാലലുയ വനാന്തരത്തിലായിരുന്നപ്പോൾ ദാവീദ് തന്നെ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഒരു സിംഹം ഹാലലുയ എൻ്റെ ആടിനെ കടിച്ചു കീറി ഹാലലുയ ഞാൻ അതിൻ്റെ വായ പിളർന്നിട്ട് ആടിനെ വീണ്ടെടുത്തെന്ന ദൈവത്തിന്. അതുപോലെ സിംഹവും കരടിയും ഒക്കെ വന്ന് ആടിനെ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ വായെ പിളർന്നിട്ട് ഞാൻ അതിനെ വീണ്ടെടുത്ത്. അതാ ഇടയൻ. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. നമുക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവൻ. നമുക്ക് നല്ല ഇടയൻ ആരാ പ്രിയമുള്ളവരെ? ജീവനെ കൊടുക്കുന്ന നമുക്കൊരു നല്ല ഇടയനുണ്ടോ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ജീവനെ നൽകി തന്ന ഹാലലുയ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി കാൽവറി ക്രൂശിൽ ഹാലലുയ യാഗമായി തീർന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. പറയാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ് ഹാലലുയ, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. നമുക്ക് ഹാലലുയ നമുക്കറിയാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. എനിക്കുള്ളവയെ അറിയുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ബോധ്യമുട്ടുകൾ അറിയുന്ന ഒരു നല്ല കർത്താവ്. ഹാലലുയ. ആ കർത്താവിൻ്റെ പാതപീഠയല്ലേ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു നാളും നശിച്ചു പോകത്തില്ല. എൻ്റെ കൂടെ വരുന്നവരെ ഞാൻ അറിയുന്നു. അവരെ ഞാൻ ഭദ്രമായി ചേർക്കേണ്ടടുത്ത് ഞാൻ ചേർക്കും. ഹാലലുയ. അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൊരു ഭവനമുണ്ട്, നിത്യതയുണ്ട്. അവിടേക്ക് എനിക്ക് ഹാലലുയ അവരൊരു നാളും നശിച്ചു പോകാതെ വേണം ഞാൻ അവരെ ചേർത്ത് കൊള്ളുമെന്ന് ഇവിടെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് രാവിലെ കാലം ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, നമ്മെ നന്നായി അറിയുന്നവന്, നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയുന്നവൻ, ഒരു നാളും തള്ളിക്കളയാത്തവൻ, ഒരു നാൾ ഉപേക്ഷിക്കാത്തവൻ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഹാലിലെ മാർബോട് അണയ്ക്കുന്നത് പോലെ നമ്മെ മാർബോട് അടിച്ച് ഭദ്രമായി നമ്മളെ സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന. മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകരുത്. ഒരു നാളും നശിച്ചു പോകത്തില്ലെന്നാണ് നമ്മളിവിടെ വാക്യം വായിച്ചത്, കുറിവാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാ? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, അവൻ്റെ ശബ്ദം അറിയുന്നവരെ, അവനെ അനുഗമിക്കുന്നവരെ. ദൈവത്തിന് സ്തോത്രം. അവയെ അറിയുന്ന ദൈവത്തിന് സ്തോത്രം. ഈ നല്ല വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നത് ഓർത്ത് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.